ഇന്ന് നമുക്ക് ക്രിസ്മസ് സ്പെഷ്യൽ ബീഫ് ഫ്രൈയുടെ റെസിപ്പി നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. അതിന് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരു സബോള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അല്പം എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ തേങ്ങാക്കൊത്തുകൾ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങാക്കൊത്തുകൾ ബ്രൗൺ കളർ ആകുന്ന വരെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. അതൊന്ന് പാകാവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. ഇത് മൂന്നും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു ചെറിയ ബ്രൗൺ കളർ ആവുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് പാകമായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഉണക്കമുളകിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതൊന്ന് പാകാവുന്ന വരെ നന്നായിട്ടൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇറച്ചി വേവിച്ച് വെച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ വെള്ളം തിളച്ചൊന്ന് വറ്റുന്ന വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും വേണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് പാകമായിട്ടുള്ള ഇറച്ചി ഇട്ട് കൊടുക്കുക. ഈ ബീഫ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ല അടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അതോടൊപ്പം 1, 2, 3 കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. ഈ ഒരു സമയത്ത് നമുക്ക് ചപ്പാത്തിക്കും ദോശയ്ക്കും ചോറിൻ്റെയൊക്കെ കൂടെ കൂട്ടാം. എന്നാൽ ഇതിനും ടേസ്റ്റ് കുറച്ചുകൂടി ഒന്ന് വരണ്ട് വരുന്നതാണ്, അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുന്നതാണ്. എത്രമാത്രം ഇത് ഫ്രൈ ആവുന്നോ അത്രയും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ക്രിസ്മസിനും ഈസ്റ്ററിനും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ചേരുവകൾ കുറഞ്ഞതുമാണ്.